ഹായ് ഓൾ. എല്ലാവർക്കും അസ്ലം ലാഫെ അല്ലെങ്കിൽ ഞാൻ ഈ വ്ളോഗ് എടുക്കണ ആ ഒരു ഇതിലെ ഫ്ലോയിൽ പറഞ്ഞാണ്. അസ്ലമിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സി എന്റെ റൂഡിറ്റിങ്ങിലെ ചാപ്റ്റർ 1 ആണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ലൈക്ക് എഫ് എമ്മിന്റെ ക്ലാസ് നമുക്ക് സമയം കിട്ടുമ്പോൾ ലൈക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ടോപ്പിക് ഞാൻ ഇടാം. ഓക്കെ, ഇപ്പോൾ ഓഡിറ്റിങ്ങിന്റെയും ലൈക്ക് എല്ലാവർക്കും തിയറി ഇത്തിരി ബുദ്ധിമുട്ടാണല്ലോ, അപ്പോൾ അതുകൂടിയും ക്ലാസ് ഇടാന്ന് വിചാരിച്ചു. ഇത് ഞാൻ ഉണ്ടല്ലോടാ, ഇതെന്റെ ബുക്കാണ്. ഞാൻ സ്റ്റഡി മെറ്റീരിയലിന് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടാക്കിയ ബുള്ളറ്റ് നോട്ട്സ് ആയിട്ടുള്ള ബുക്കാണ്. നത്തിങ് ബട്ട് ഐ സ്റ്റഡി മെറ്റീരിയൽ തന്നെ ഇത്തിരി കൺസൈസ് ആയിട്ട് ഒരു പോയിന്റ് വൈസിൽ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ട്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലത്തെ പോയിന്റ്സുകൾ നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽ എഴുതാലോ. ഇൻ കേസ് നിങ്ങൾക്ക് ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് ഹാർഡ് കോപ്പി ആയിട്ട് അയക്കാണ് ചെയ്യാറ്. ലൈക്ക് എനിക്ക് DM ചെയ്താൽ മതി. ഇതിന്റെ പ്രൈസ് വരുന്നത് 499 ആണ്. ഓക്കെ, നമ്പർ ഇപ്പോൾ ലൈക്ക് ഈ നമ്പറിലോട്ട് DM ചെയ്താൽ മതി. ഓക്കെ, 1 സെക്കൻഡ്. ഓക്കെ, ഇൻട്രസ്റ്റ് ആണ് അല്ലെങ്കിൽ ലൈക്ക് ഇതിന്ന് നോക്കി എഴുതണമെന്നുണ്ടെങ്കിൽ ഇതും ചെയ്യാം. ഞാൻ ജസ്റ്റ് ബുക്കിന്റെ ഒന്ന് ഓവർവ്യൂ പറയാം. ലൈക്ക് സിംപ്ലിഫൈഡ് ബുക്കാണ്. ഐസിയുടെ ഒരു ബ്ലൂ പ്രിന്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സെക്കൻഡ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെ ചെറിയ ജേർണി ഒരു ചെറിയൊരു ഷോർട്ടാക്കി എഴുതിയെന്നുള്ളൂ. ലൈക്ക് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആവാൻ എനിക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. തേർഡ് പേജ് ഞാൻ ഉണ്ടല്ലോ നമ്മുടെ ബുക്കില് അപ്ലിക്കബിൾ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് ഇത് മൊത്തം എഴുതുമ്പോൾ ഒരു വരി പോവും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ ഇത്തിരി വലുതായിട്ട് തോന്നും. അപ്പൊ അതൊന്ന് വലുതായി തോന്നുമ്പോൾ നമുക്ക് തേങ്ങ ഇത് പഠിക്കണ്ട എന്നുള്ളൊരു മൈൻഡ് വരും. അപ്പൊ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതാക്കി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വലിയ വലിയ വാക്കുകൾക്ക് ഷോർട്ട് കട്ടുകൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതൊരിക്കലും നിങ്ങൾ എക്സാമിന് യൂസ് ചെയ്യാൻ പാടില്ല. അത് അടിയിൽ എഴുതിയിട്ടുണ്ട് ഞാൻ. അപ്പോ അതിന്റെ ഇൻ കേസ് ചിലർക്ക് ഷോർട്ട് കട്ടിന്റെ ഫുൾ ഫോം എന്താ മനസ്സിലായില്ലെങ്കിൽ എല്ലാ ഷോർട്ട് കട്ടിന്റെ ഫുൾ ഫോം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊരിക്കലും എക്സാം ഷോർട്ട് കട്ട് എഴുതരുത്. ട്രൈ ടു റൈറ്റ് ഫുൾ ഫോം ഇൻ എക്സാം ആൻഡ് നോട്ട് ഷോർട്ട് ഫോംസ്. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ചില ഏരിയയിൽ അണ്ടർസ്റ്റാൻഡിങ് പർപ്പസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് എക്സാമ്പിൾ സെഡിമെന്റിൽ ഇല്ലാത്തത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമെന്നുള്ളൂ. അതൊന്നും എക്സാമിന് എഴുതരുത്. ഇപ്പൊ എക്സാമ്പിൾ എഴുതുകയാണെങ്കിൽ പോലും നമ്മൾ സ്റ്റഡി മെറ്റീരിയലുള്ള എക്സാമ്പിളാണ് എക്സാമിന് എഴുതാൻ. ഓക്കെ, പിന്നെ എല്ലാ ബുക്കിലുള്ള പോലെ നോർമൽ ഇൻഡെക്സ് ഇപ്പൊ എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കൊടുക്കല ചെയ്തില്ല. ചാപ്റ്റർ 3 ഏതൊക്കെ സ്റ്റാൻഡേർഡ്സ് വരുന്നത്. ഇപ്പൊ SA 315ന്റെ ബ്രേക്കപ്പ് വരുന്നത് അടിയിൽ വരുന്നത് SA 315 എന്നുള്ള ഹെഡിങ്ങിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ 320യുടെ ലൈക്ക് ഓരോ ചാപ്റ്ററും ഏത് ആസ്പെക്റ്റിലാണ് ഡിസ്കസ് ചെയ്യുന്നത് അത് ആസ്പെക്റ്റിലുള്ള ബയോഫർക്കേഷൻ കൊടുത്തുള്ള ഇൻഡെക്സ് ആണ്. അല്ലാതെ സ്റ്റഡി മെറ്റീരിയൽ ഇത്രയും സ്റ്റഡി മെറ്റീരിയലും ഈ ഇൻഡെക്സ് കാണാൻ പറ്റും. ഓക്കെ, ഇൻഡെക്സ് കഴിഞ്ഞാല് ആ തുടങ്ങുന്നതാണ് നത്തിങ് ബട്ട് ഫസ്റ്റ് ചാപ്റ്റർ. ഈ ചാപ്റ്ററിലെ എല്ലാ ചാപ്റ്റേഴ്സും ആണെങ്കിൽ ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചാന്നുണ്ടല്ലോടാ. ഇപ്പൊ സ്റ്റഡി മെറ്റീരിയലില് എല്ലാരും പറഞ്ഞ പ്രശ്നമാണ് അവീല് പോലെ കുറെ പാരഗ്രാഫുകൾ ഇങ്ങനെ ഉള്ളതാണ് സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറഞ്ഞ്. ഓക്കെ, അപ്പൊ ഈ അവീല് പോലുള്ള സാധനത്തിനെ ഞാന് ക്വസ്റ്റ്യൻ ആക്കി ഡ്രാഫ്റ്റ് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ ആക്കി, അല്ലാതെ MCQ ആക്കി ഡ്രാഫ്റ്റ് ചെയ്യാനുള്ളത് MCQ ആക്കി ഡ്രാഫ്റ്റ് ചെയ്തു. ഇപ്പൊ ഒരു ഒരു വലിയൊരു ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർക്കുള്ള പാരഗ്രാഫ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലൈനുള്ള ഇമ്പോർട്ടന്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് MCQയിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നാ പാരഗ്രാഫ് ഒരു ആൻസറിന് വലുപ്പമുള്ള പാരഗ്രാഫ് ആണെങ്കിൽ അടിയിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ പറഞ്ഞ അടിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും എല്ലാ ചാപ്റ്ററും ആ ഒരു ആസ്പെക്റ്റിലാണ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ചാപ്റ്റർ 1 സ്റ്റാർട്ട് ചെയ്യാം. ചാപ്റ്റർ 1 ക്വസ്റ്റ്യനുള്ള മുതലുള്ളതില് ക്വസ്റ്റ്യൻ ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യന് കൈ കൊടുക്കാനില്ലാത്തതൊക്കെ MCQ ആക്കിയും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഉഷാറായിരിക്കുക, ഫോക്കസ് ചെയ്തിരിക്കുക. തിയറി ആണ് ഇത്തിരി ബോറാവും, പക്ഷെ എന്നാലും ഞാൻ മാക്സിമം എക്സാമ്പിൾ ഒക്കെ ഇട്ടിട്ട് എൻഗേജിങ് ആക്കാൻ നോക്കാം. ഓക്കെ ഓക്കെ, ഫസ്റ്റ് തന്നെ വാട്ട് ഈസ് ഓഡിറ്റ് ഓഡിറ്റ് നമ്മുടെ ബുക്ക് തന്നെ ഓഡിറ്റ് എന്നാണ്. എന്താണ് ഓഡിറ്റിംഗ്? ഏതാ അറിയിച്ചോ, പിന്നെ ക്ലാസ് കാണണമല്ലോ അല്ലേ? നമ്മള് നമ്മള് റിയൽ ലൈഫില് ഒരു ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻ നിങ്ങൾ ആലോചിച്ചാൽ മതി ഈ ഓഡിറ്റിങ്ങിന്റെ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ. ടീച്ചർ ഇപ്പൊ സ്റ്റുഡന്റിന്റെ ഒരു അക്കാഡമിക് ഇയർത്തെ പെർഫോർമൻസ് കാണിക്കുന്ന ഒരു സംഭവമാണ് എന്ത്? ആളുടെ ആൻസർ പേപ്പർ എന്ന് പറഞ്ഞാല്, അല്ലേ?
ഈ ആൻസർ പേപ്പർ കറക്റ്റ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യണ ആളാണ് ആര്? ടീച്ചർ. എന്നിട്ട് ടീച്ചർ ഈ ആൻസർ പേപ്പറിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ തെറ്റുകള് ടീച്ചറെ റെക്ടിഫൈ ചെയ്യാനോ ചെയ്യാ? അല്ല. സ്റ്റുഡന്റിനോട് ഇതൊക്കെയാണ് തെറ്റുകള്. ഇത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറയും. ലൈക്ക് മാർക്ക് ഇട്ടിട്ട് അല്ലാതെ മാർക്ക് ഇടുന്നതിന് മുന്നേ അല്ല. മാർക്ക് ഇട്ട് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറയും. സ്റ്റുഡന്റിന് മനസ്സിലാക്കാൻ വേണ്ടി. സ്റ്റുഡന്റ് റെക്ടിഫൈ ചെയ്യും. ഇല്ലേ? അപ്പൊ ഈ ഒരു സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ കമ്പനിയിലെ ഓഡിറ്റിങ്ങിന്റെ ബുക്കിൽ നോക്കുമ്പോൾ ടീച്ചർക്ക് പകരം ഓഡിറ്റർ, സ്റ്റുഡന്റിന് പകരം മാനേജ്മെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദോസ് ചാർജ് വിത്ത് ഗവർണൻസ് പറയാം. ഇതിലൊക്കെ ഡിഫറൻസ് എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ത് വേണേലും പറയാം. ഇവരുടെ ഒരു ഇയറിലത്തെ പെർഫോമൻസ് എങ്ങനെയാണ്? ഇപ്പൊ ഇവിടെ ആൻസർ പേപ്പർ അല്ലെങ്കിൽ അക്കാഡമിക് പെർഫോമൻസ് ആണെങ്കിൽ ഇവിടെ ബിസിനസ് പെർഫോമൻസ് ആണ് നോക്കുന്നത്. എത്ര ലാഭമുണ്ടാക്കി, എത്ര നഷ്ടമുണ്ടാക്കി, എത്ര ലയബിലിറ്റി ഉണ്ടായി, എത്ര അസറ്റ് മേടിച്ചു, ഇതൊക്കെ റിഫ്ലക്ട് ചെയ്യണ ഒരു ആൻസർ പേപ്പർ പോലെ ഉള്ള ഒരു സംഭവമാണ് ഇവിടെ എന്ത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഓഡിറ്റർക്ക് കൊടുക്കും. അപ്പൊ ഓഡിറ്റർ എന്ത് ചെയ്യും? ഇത് കറക്റ്റ് ആണോ നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? ഉണ്ടെങ്കിൽ അത് മാനേജ്മെന്റിനോട് പറയും. എന്നിട്ട് മാനേജ്മെന്റ് അതില് ഓഡിറ്റർ പറഞ്ഞ മാറ്റങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ മാറ്റം വരുത്തും തെറ്റായിട്ടുള്ള സാധനങ്ങൾ. എന്നിട്ട് ഓഡിറ്റർ ഒരു മാർക്ക് ഇടും. ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ നല്ല അഭിപ്രായമാണോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ പറ്റി, മോശം അഭിപ്രായമാണോ, അങ്ങനെ മാർക്ക് ഇടും. ഇതാണ് ഒരു ചെറിയ രീതിയിൽ ഓഡിറ്റിംഗ് എന്നുള്ള ഒരു പ്രോസസ്സ്. ഇപ്പോ നീ റിലയൻസ് എന്നൊരു കമ്പനി കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾ പേടിക്കുന്നത് വേണ്ട. ഒരു ബിസിനസ്, റിലയൻസ് ബിസിനസ് എല്ലാവർക്കും അറിയില്ലേ? ജിയോ സൂപ്പർ മാർക്കറ്റ്, ജിയോയുടെ ടെലിഫോൺ ഇതൊക്കെ അല്ലേ? ഇവരൊക്കെ റിലയൻസ് എന്നുള്ള പേരിലല്ലേ ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്? ഒക്കെ റിലയൻസിന്റെ അല്ലേ? പെട്രോൾ ആയാലും സിം ആയാലും സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇഷ്ടംമാതിരി ഉണ്ട്. ഇപ്പൊ റിലയൻസ് എന്നുള്ള കമ്പനിയുടെ ഷെയർ നീ മേടിക്കാന് എത്ര 5 റുപ്പീസിന് നീ ഷെയർ മേടിച്ചു. ഒന്ന് ആലോചിക്കണം. റിലയൻസ് എന്ന കമ്പനിയിൽ ക്രോർസ് ആൻഡ് ക്രോർസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അതിലത്തെ 5 ലാക്ക് മാത്രമേ നീ മേടിച്ചിട്ടുള്ളൂ. അംബാനിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ ബോർഡ് ഓഫ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത് വെറും മൂക്കുപൊടി വലിക്കാനുള്ള എമൗണ്ട് അവർക്കുള്ളൂ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മൂക്കുപൊടിക്കുള്ള വിലയാണോ? അല്ല, നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള എമൗണ്ട് ആണ്. അപ്പൊ നമ്മൾ ഈ 5 ലാക്ക് ഉപയോഗിച്ചിട്ട് റിലയൻസിന്റെ ഷെയർ മേടിക്കുമ്പോൾ ഈ 5 ലാക്ക് ഞാൻ റിലയൻസിന് കൊടുക്കുക. റിലയൻസിന്റെ അംബാനി വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ 5 ലാക്ക് കൊടുക്കുന്നത്? അല്ല, ഈ 5 ലാക്ക് കൊടുക്കുന്നത് എനിക്ക് ഡിവിഡൻഡ് കിട്ടണം, ഭാവിയിൽ ഈ ഷെയറിന്റെ വാല്യൂ കൂടണം എന്നുള്ളൊരു ഒബ്ജക്റ്റീവിലല്ലേ ഞാൻ ഈ ഷെയർസ് മേടിക്കുക. ഞാൻ പറഞ്ഞ ഇൻവെസ്റ്റർ, ഇത് റിലയൻസ് പറഞ്ഞ കമ്പനി. അപ്പോൾ ഡിവിഡൻഡ് എനിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇതിന്റെ ഷെയർ വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ ബിസിനസിന്റെ ലാഭം കൂടണ്ടേ? പ്രോഫിറ്റ് ഇംപ്രൂവ് ആവണ്ടേ? വേണ്ടേ? ഏഹ് അപ്പൊ എന്റെ ആഗ്രഹം എന്താണ്? ഈ 5 ലാക്ക് കൊടുക്കുമ്പോ ഈ ബോർഡ് ഓഫ് ഡയറക്ടർ ഈ 5 ലക്ഷം കിട്ടിയ 5 ലക്ഷം യൂസ് ചെയ്യുന്നത് ബിസിനസിന് വേണ്ടിയിട്ട് തന്നെ ആവണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ എനിക്ക്? പക്ഷെ എന്നെ പോലെ ഞാൻ മാത്രമാണ് 5 ലക്ഷം കൊടുത്തിട്ടുണ്ടാവുക? ഓവർ ദ വേൾഡ് സ്റ്റോക്ക് മാർക്കറ്റ് കൂടെ ഇഷ്ടം മാതിരി പേര് റിലയൻസിന്റെ ഷെയർസ് മേടിച്ചിട്ടുണ്ടാവും. അമേരിക്കയിലല്ല, ഇന്ത്യയിൽ തന്നെ പല പല ആൾക്കാർ മേടിച്ചിട്ടുണ്ടാവും. പുറത്തുനിന്നുള്ളവർക്ക് മേടിക്കാൻ പറ്റൂട്ടാ. അതിനെ നമ്മള് ഗ്ലോബൽ ഇന്ത്യൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് പറയും. അതൊക്കെ ഒരു വേറെ ഏരിയയാണ്. അത് പോട്ടെ. ഓക്കെ. അപ്പൊ പല പല ഏരിയസിൽ നിന്ന് ആൾക്കാർ മേടിച്ചിട്ടുണ്ടാവും. ഉം. ഇങ്ങനെ ഞാൻ കൊടുത്ത പോലെ 5 ലക്ഷം, 6 ലക്ഷം, 4 ലക്ഷം ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എനിക്ക് 5 ലക്ഷം ഞാൻ കൊടുത്തത് ഇവര് കറക്റ്റ് ബിസിനസ്സിന് വേണ്ടി തന്നെ യൂസ് ചെയ്തിട്ടുള്ളോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നേരെ ഇവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒന്ന് വെരിഫൈ ചെയ്യാൻ പറ്റുമോ? സെക്യൂരിറ്റിക്കാരനെ കയറ്റി വിടില്ല. കാരണം എന്നെപ്പോലെ ഇവരൊക്കെ വന്നാലാ ഒരു പൂരപ്പറമ്പാവും റിലയൻസിന്റെ ഓഫീസ്. എന്നാ എനിക്കിത് അറിയാൻ ആഗ്രഹമില്ലേ? ഞാൻ കൊടുത്തിട്ടുള്ള എമൗണ്ട് കറക്റ്റ് ബിസിനസിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണോ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? അവിടെയാണ് നമ്മുടെ കമ്പനീസ് ആക്ട് കമ്പനീസിന് വേണ്ടിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പൊ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്താന്ന് പറയും? സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. ലൈക് മെയിൻ ആയിട്ട് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറഞ്ഞ നിയമം സ്റ്റാറ്റ്യൂട്ടറി പറഞ്ഞ എന്താ? നിയമം. ഇപ്പൊ നിയമം നിയമം പറയുന്ന ഓഡിറ്റ്, അതാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. അല്ലെങ്കിൽ ഇവിടെയും ലൈക്ക് നമ്മൾ പറയുന്ന ആസ്പെക്റ്റില് ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കമ്പനിക്ക് എല്ലാ കൊല്ലവും നിർബന്ധമായിട്ട് ഒരു ഓഡിറ്റ് നടത്തുന്നുണ്ട്. ആ ഓഡിറ്റിൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആണോ റിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് പറയണമെന്ന് നിർബന്ധമുണ്ട്. ആ ഒരു ഓഡിറ്റ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. അതിന്റെ ഡെഫിനേഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്യാന്
കമ്പനീസ് ആക്ട് അധികാരപ്പെടുത്തിയിട്ടുള്ളത് നമ്മളെപ്പോലെയുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയാണ്, പ്രാക്ടീസിങ് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെയാണ്. എന്തിനാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? നത്തിങ് ബട്ട് ഇവിടെ പറഞ്ഞ പ്രോസസ് ഇല്ലേ, അത് ചെയ്യാനാണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ഏഹ് അപ്പോ ഞാന് ഈ ബോർഡ് ഓഫ് ഡയറക്ടർ അംബാനിയുടെ ഒരു റിലേറ്റീവ് ആണ് ഞാൻ വിചാരിക്കുക. എന്നിട്ട് ഞാന് ഇതിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്തിട്ട് ഈ 5 ലക്ഷം തന്ന ആളോട് പറയാണ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, നീ കൊടുത്ത 5 ലക്ഷം ഒക്കെ ബിസിനസ്സിൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ റവന്യൂ ഫണ്ട്, ബിസിനസ്സിന് വേണ്ടി കിട്ടിയിട്ടുള്ള ഫണ്ടൊന്നും പേഴ്സണൽ ആയിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്ന് അംബാനിയുടെ റിലേറ്റീവ് ഈ 5 ലക്ഷം കൊടുത്തിട്ടുള്ള എന്നോട് പറയാണ്. ഏഹ് അപ്പൊ എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അംബാനിയുടെ റിലേറ്റീവ് അല്ലേ, അപ്പൊ അംബാനി എന്ത് ഉടായിപ്പ് കാട്ടിയിട്ടുണ്ടെങ്കിലും റിലേറ്റീവ് എന്താണ് അത് സഹായിക്കല്ലേ ചെയ്യുള്ളൂ അംബാനിയുടെ അടുത്ത് ആ ഉടായിപ്പ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരാൾ ഓഡിറ്റ് ചെയ്യണമെന്നല്ല ഉണ്ടാവുക. ഈ ഫണ്ട് കൊടുക്കുന്ന ആൾക്കാർക്ക് അംബാനിയെ റിലേറ്റഡ് അല്ലാത്ത, അല്ലെങ്കിൽ അംബാനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്യുന്നുണ്ട്, അംബാനി ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരി ചെയ്തിട്ടുണ്ട് എന്ന് അൺബയാസ്ഡ് ആയിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് പറയുന്ന ഒരാളല്ലേ ആഗ്രഹിക്കുക. അപ്പൊ അതുപോലെ തന്നെ കമ്പനീസ് ആക്ട് പറയുന്നുണ്ട്, പല പല കണ്ടീഷൻസ് പറയുന്നുണ്ട്. എന്ത് അത് നിങ്ങൾ ലോയില് പഠിക്കൂട്ടോ ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പം ചെറുതായിട്ട് പറയാം. അംബാനിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടാവാൻ പാടില്ല, അംബാനിയുടെ കമ്പനിയായിട്ട് ഒരു ട്രാൻസാക്ഷൻസും ബിസിനസ്സിൽ പാർട്ട്ണർ ആവാൻ പാടില്ല, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇതൊക്കെ എന്തിനാണ് പൈസ മേടിച്ചിട്ടുണ്ടാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നത്? ഇപ്പൊ അംബാനി ഒരു 5 ലക്ഷം രൂപ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളെയാണ് പിന്നീട് ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 5 ലക്ഷം തിരിച്ചു കൊടുക്കണ്ടല്ലേ എന്ന് ആലോചിച്ചിട്ട് എന്താണ് അംബാനിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കള്ളത്തരത്തിന് കൂട്ടു നിൽക്കില്ലേ ഓഡിറ്റ് ചെയ്യുന്ന ആള്? അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളാണ് ഓഡിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരായിട്ട് ഇൻഡിപെൻഡന്റ്? ഷെയർ ഹോൾഡർ ആയിട്ട് അല്ല, മാനേജ്മെന്റ് ആയിട്ട്. കാരണം റിലയൻസ് എന്നുള്ള കമ്പനിയില് അംബാനി ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, അംബാനി മീൻസ് നത്തിങ് ബട്ട് മാനേജ്മെന്റ് അല്ലെങ്കിൽ ദോസ് ആർ ഗവർണൻസ്, ഏഹ് അവരുണ്ടാക്കിയ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ അല്ലയോ എന്ന് നോക്കലാണ് ആരുടെ ഉത്തരവാദിത്തം? ഇൻഡിപെൻഡന്റ് ഓഡിറ്റർ ആയ നമ്മളെപ്പോലെ ഭാവിയിൽ CA പാസ്സായിട്ട് പ്രാക്ടീസ് ചെയ്യണ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉത്തരവാദിത്തം. ഇത് ഈ CA കാരന് ഇങ്ങനെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഓഡിറ്റ് ചെയ്യുന്നത് എന്തിനാ? എന്നെ പോലെയുള്ള ഒരുപാട് യൂസേഴ്സിന് വേണ്ടിയിട്ട്. എന്നെ പോലെ 5 ലക്ഷം കൊടുത്തുള്ള ഒരുപാട് പേരുണ്ടാവും. അവർക്ക് നേരിട്ട് ചെന്നിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇവരുടെ ഒരു പ്രതിനിധി പോലെ CA കാരൻ ചെന്നിട്ടാണ് ഓഡിറ്റ് ചെയ്യുന്നത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ആര് മാനേജ്മെന്റ് അല്ലെങ്കിൽ TCWC. അപ്പൊ ഇവിടെ സ്റ്റുഡന്റ് ആരാണ്? ആൻസർ പേപ്പർ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ആൻസർ പേപ്പറിന് കറസ്പോണ്ടിങ് അല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? അത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാ? മാനേജ്മെന്റ്. അപ്പൊ ഇവരാണ് സ്റ്റുഡന്റ്. അപ്പോൾ ടീച്ചർ ആരാണ്? ഓഡിറ്റർ. അപ്പോൾ ഇവിടെ റിവ്യൂ ചെയ്യുന്നത് ആരാണ്? ഓഡിറ്റർ. ടീച്ചർ എന്ത് തെറ്റുകൾ വല്ലതും ഉണ്ടെങ്കിൽ ആരോട് പറയും? മാനേജ്മെന്റിനോട് പറയും. ഇപ്പൊ മാനേജ്മെന്റ് അതിൽ മാറ്റും. എന്നിട്ട് ആ തെറ്റുകളൊന്നും മാറ്റിയില്ലെങ്കിൽ, ഇതിപ്പോ തെറ്റായിട്ട് തന്നെ എടുക്കുകയും തോന്നുന്നുണ്ടെങ്കിൽ ഇത് തെറ്റായിട്ടുള്ള ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറയും ഓഡിറ്റർ. ആരോട്? യൂസേഴ്സിനോട്. ശരിയായിട്ടുള്ള ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ശരിയാന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരി ഇൻ ദ സെൻസ് മൊത്തത്തിലാണ് ശരി പറയാ. ബിസിനസ് എല്ലാതും ഇൻകർ ചെയ്ത എക്സ്പെൻഡിച്ചർ എല്ലാം ഫുള്ള് കാട്ടിയിട്ടുണ്ട്. ഇൻകർ കിട്ടിയ റവന്യൂസ് എല്ലാം ഫുള്ള് കാട്ടിയിട്ടുണ്ട്. കമ്പനിയുടെ ഫണ്ട് കിട്ടിയിട്ടുള്ളതെല്ലാം ബിസിനസ് വേണ്ടി തന്നെ യൂസ് ചെയ്യില്ല. അങ്ങനെ മൊത്തത്തിലൊരു ശരിയാണ് യൂസേഴ്സിനെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഓഡിറ്റർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനെ വെരിഫൈ ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നത്തിങ് ബട്ട് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ആണ്. അത് ഒരു കമ്പനിയുടെ ആവാം, പാർട്ണർഷിപ്പിന്റെ ആവാം, എന്ത് ലീഗൽ എൻറ്റിറ്റി വേണമെങ്കിലും ആവാം. അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എന്തിനു വേണമെങ്കിലും നമുക്ക് ഓഡിറ്റ് ചെയ്യാം. നമുക്ക് ഈ കമ്പനിയുടെ മാത്രം അല്ലെങ്കിൽ അംബാനിയുടെ മാത്രം അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവറിനുള്ളതിന് മാത്രം ഓഡിറ്റ് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. ലൈക്ക് ഒരു ഓഡിറ്റ് പറഞ്ഞ ഒരു ബ്രോഡർ ടേം ആണ്. അതിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ മാത്രമാണ് നമ്മുടെ ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് അല്ലെങ്കിൽ കമ്പനി എന്നുള്ള ഫോക്കസ് ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിന്റെ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ആസ്പെക്റ്റിലാണ് നമ്മുടെ ഓഡിറ്റിംഗ് എന്നുള്ള ബുക്ക് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡർ ടേം ആണ്. അതിലെന്താണ് ഓഡിറ്റ് പറഞ്ഞാൽ എന്താ? ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളല്ലേ വെരിഫൈ ചെയ്യണം. അപ്പൊ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ആ ആ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കമ്പനിയുടെ ആവാം, പാർട്ണർഷിപ്പിന്റെ ആവാം, സ്മോൾ കമ്പനി എന്ത് വേണമെങ്കിലും ആവാം. അതാണ്. അപ്പൊ ഇറസ്പെക്റ്റീവ് ഓഫ് എ ലീഗൽ എൻറ്റിറ്റി ഓഫ് എ ഫേം, ഇറസ്പെക്റ്റീവ് ഓഫ് വെദർ ഇറ്റ് സേസ്, അതുപോലെ തന്നെ എന്തിനാണ് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യുന്നത്? വിത്ത് എ ഒബ്ജക്റ്റീവ് ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ഓൺ വെദർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് അപ്രോപ്രിയേറ്റ് ഓർ നോട്ട്. ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ അല്ലേ എന്ന് പറയണില്ലേ നമ്മള്, ഓഡിറ്ററായ നമ്മള് ടീച്ചറിനെ പോലെ റിവ്യൂ ചെയ്തിട്ട്. അതാണ് നത്തിങ് ബട്ട് ഓഡിറ്റ്. ഇനി നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കാം. എന്താ ഓഡിറ്റ്? ഓഡിറ്റ് ഓർ ഓഡിറ്റിംഗ് രണ്ട് സെയിം ആണ്. ഈസ് എൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ
നമ്മൾ എക്സാമിനല്ലേ ചെയ്തത്. എക്സാമിനേഷൻ ഓഫ് എന്ത്? ഓഫ് എ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എൻ എന്റിറ്റി. കാരണം എന്റിറ്റി പറഞ്ഞ ഒരു ബ്രോഡർ ടേമാ. കമ്പനി ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഏഹ് വെദർ നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയില്ലേ, സോഷ്യൽ മീഡിയ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം, സ്നാപ്ചാറ്റ് എന്ത് വേണമെങ്കിലും ആവാം. അതുപോലെ എന്റിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയാ, പാർട്ണർഷിപ്പാ, സോൾ പ്രൊപ്പറേറ്റർ എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് നോട്ട്. ഇപ്പൊ റിലയൻസ് പറഞ്ഞാൽ ഒബ്വിയസ്ലി പ്രോഫിറ്റ്, ലാഭത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നതാ. ചിലപ്പോൾ ഒരു ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവും, നാളെ ചിലപ്പോൾ നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നുണ്ടാവുക, അത് പ്രോഫിറ്റ് വേണ്ടിയിട്ടാണോ? അല്ല. പക്ഷെ അതും എന്താണ്? ഓഡിറ്റ് തന്നെയാണ്. അപ്പൊ വെദർ പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, എന്റിറ്റി എന്ന് പറഞ്ഞത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, അല്ലാത്തതാവാം, റെസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം. ചെറിയതാവാം, വലുതാവാം, അല്ലെങ്കിൽ എന്ത് ലീഗൽ ഫോം ആവാം. ലൈക്ക് നത്തിങ് ബട്ട് കമ്പനി എന്ത് വേണമെങ്കിലും ആവാം, പാർട്ണർഷിപ്പ്, സോൾ പ്രൊപ്പറേറ്റർ എന്ത് വേണമെങ്കിലും ആവാം. ലൈക്ക് ഇത് തന്നെ സംഭവം. വേർ സച്ച് an examination is conducted with a view to expressing an opinion thereon. നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നല്ലേ പറയണത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്തിട്ട്. അതാണ് നത്തിങ് ബട്ട് ഒപ്പീനിയൻ. അപ്പൊ നമ്മളുണ്ടല്ലോ അവിടെ, നമ്മൾ ഈ ഓരോ ലൈൻ വായിക്കുമ്പോണ്ടല്ലോ, അതിന്റെ ബിഹൈൻഡ് ദ മീനിങ് നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്തിട്ട് വായിക്കുക. ഇപ്പോ ഞാൻ സത്യം പറഞ്ഞപ്പോ നോട്ടിൽ നോക്കണില്ല കേട്ടാ. ഞാൻ നോട്ടിൽ നോക്കാതെ വായിക്കാണ്. വായിക്കാണ് ട്ടോ. അപ്പൊ ഞാൻ വായിക്കണ രീതി നോക്കട്ടാ. നോട്ടിൽ നോക്കാതെ ഞാൻ ആലോചിച്ച് വായിക്കാണ്. ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഓഡിറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ആളല്ല ചെക്ക് ചെയ്യണം. അപ്പൊ ഒബ്വിയസ്ലി ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ. ഏഹ് അപ്പൊ ഓഡിറ്റിംഗ് ഈസ് എ ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് എന്ത്? എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എൻ എന്റിറ്റി. ഓക്കെ, ഒരു എന്റിറ്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് വെരിഫൈ ചെയ്യുന്നത്. ഓക്കെ, ആ എന്റിറ്റി പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, അല്ലാത്തതും ആവാം. അത് പ്രോഫിറ്റ് ഓറിയന്റഡ് ആയ എന്റിറ്റിനെയും ഓഡിറ്റ് ചെയ്യാം, അല്ലാത്ത എന്റിറ്റിനെയും ഓഡിറ്റ് ചെയ്യാം. ആ എന്റിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് ചെറിയ കമ്പനി ആയിക്കോട്ടെ, വലിയ കമ്പനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ആയിക്കോട്ടെ, സോൾ പ്രൊപ്പറേറ്റർ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇതൊന്നും നോക്കാതെയാണ് ലൈക്ക് നമ്മൾ ഓഡിറ്റ് ചെയ്യുക. അപ്പൊ ചെറുതാണെന്ന് കരുതിയിട്ട് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണ്ട, വലുതാന്ന് കരുതിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം, അങ്ങനെ ഒരു മീനിങ് ഇല്ല. ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം. അപ്പൊ ഓഡിറ്റിംഗ് ഈസ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എന്റിറ്റി വെദർ പ്രോഫിറ്റ് ഓറിയന്റ് ആവാം ഓർ നോട്ട് ആവാം, ഇറസ്പെക്റ്റീവ് ഓഫ് ഇറ്റ് സൈസ് ഓർ ലീഗൽ ഫോം ആവാം. ആഹ് ഇതിനൊക്കെ പുറമെ എക്സാമിൻ ചെയ്യണം. എന്തിന്? വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. വിത്ത് എ വ്യൂ ടു വേർ സച്ച് ആൻ എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ്. ഞാൻ പറഞ്ഞില്ല. ഓക്കെ, വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. ലൈക്ക് നമ്മളുണ്ടല്ലോ ഇവിടെ മെയിൻ ആയിട്ട് ഈ സെന്റൻസുകളാണ് ഇമ്പോർട്ടന്റ്. ഇവിടെ സച്ച് ആൻ എക്സാമിനേഷൻ ഈസ് കണ്ടക്ടഡ് എന്ന് പറയുന്നത് ഇവിടെ ഇൻഡയറക്ട്ലി ഈ മീനിങ്ങിൽ വരുന്നുണ്ടല്ലോ. ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എക്സാമിനേഷൻ നടത്തുന്നതാണല്ലോ. അപ്പൊ ഞാൻ ഇപ്പൊ ഇത് കാണാണ്ട് പറഞ്ഞുകൊണ്ടാണ് എനിക്ക് ലൈക്ക് ഒരു വരി വിട്ടത്. അപ്പൊ നിങ്ങൾ 1, 2, 3 വട്ടം വായിച്ചിട്ടാണ് ഞാൻ പറഞ്ഞ പോലെ കാണാതെ പറഞ്ഞു വെച്ചാൽ ലൈക്ക് ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ എല്ലാം വായിക്കുമ്പോ നമ്മള് ഓരോ സെന്റൻസ് വായിക്കുമ്പോഴും ഒരു ബ്രേക്ക് ഇടുക, എന്നിട്ട് അതിനെ കണക്ട് ചെയ്യുക അടുത്ത സെന്റൻസിനായിട്ട്. ഇപ്പൊ ഇവിടെ നോക്ക്, ഓഡിറ്റിംഗ് ഈസ് ഇൻഡിപെൻഡന്റ് എക്സാമിനേഷൻ പറഞ്ഞു. ഓക്കെ, എന്തോ എക്സാമിൻ ചെയ്യുന്നുണ്ട്. എന്താണ് എക്സാമിൻ ചെയ്യുന്നത്? ഓഫ് ഫൈനാൻഷ്യൽ ഇൻഫർമേഷൻ ഓഫ് എൻ എന്റിറ്റി. എന്റിറ്റി. അപ്പൊ എന്ത് എന്റിറ്റി? പ്രോഫിറ്റ് ഓറിയന്റഡ് ആവാം, അല്ലാതെ ആവാം. ആ എന്റിറ്റി ചെറുതാവാം, വലുതാവാം, എന്ത് വേണമെങ്കിലും ആവാം. അതാണ് റെസ്പെക്റ്റീവ് ഓഫ് സൈസ് ഓർ ലീഗൽ ഫോം നമ്മൾ ഓഡിറ്റ് ചെയ്യും. എന്തിനാണ് നമ്മൾ എക്സാമിൻ ചെയ്യുന്നത്? വേർ സച്ച് ആൻ എക്സാമിനേഷൻ കണ്ടക്ടഡ് വിത്ത് എ വ്യൂ ടു എക്സ്പ്രസ് ആൻ ഒപ്പീനിയൻ ദെയർ ഓൺ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ പഠിക്കാൻ നോക്കി കഴിഞ്ഞാല് ഇത്തിരി കൂടി നിങ്ങൾക്ക് മെമ്മറിയിൽ നിൽക്കും. ബിഹൈൻഡ് ദ മീനിങ് മനസ്സിലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പഠിയും, പക്ഷെ ഭയങ്കര ഒരു ഭാരം പോലെ തോന്നും. ഓക്കെ. അപ്പൊ ഞാൻ പറയണ പോലെ പഠിക്കുകയാണെങ്കിൽ ഒന്ന് നന്നായിക്കൂട്ടാ. ഓക്കെ. ഒറ്റ സെക്കൻഡ്. ഓക്കെ. ഇനി അടുത്തത് എന്താ? വാട്ട് ഓൾ ദ തിങ്സ് ഓഡിറ്റ് നീഡ് ടു കൺഫേം വിത്ത് റെസ്പെക്ട് ടു ഓഡിറ്റിംഗ് എ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എന്റിറ്റി. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഓഡിറ്റർ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് പറയുന്നത്. ബൈ ഡൂയിങ് ഓഡിറ്റ്, auditor has to see financial statement would not mislead anybody by ensuring. ആരെയും തെറ്റി ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, മാനേജ്മെന്റ് ഉണ്ടാക്കിയ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആരെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലല്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓഡിറ്റർ എന്തൊക്കെ കാര്യങ്ങളാണ് കൺഫേം ചെയ്യേണ്ടത്? ഓഡിറ്റർ ഷുഡ് കൺഫേം എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നത്തിങ് ബട്ട് അക്കൗണ്ടിങ് എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ അഡിക്വേറ്റ്ലി സപ്പോർട്ടഡ് ബൈ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റ് എവിഡൻസ്. പർച്ചേസ് 5000 രൂപ എന്ന് കാട്ടിയിട്ടുണ്ടെങ്കിൽ അത് പർച്ചേസ് ടു ക്യാഷ് എന്ന അക്കൗണ്ടിങ് എൻട്രി കൊണ്ടല്ലേ P&L പർച്ചേസ് 5000 എന്ന് വന്നിട്ടുള്ളത് മാനേജ്മെന്റ് ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ. ഈ 5000 രൂപക്ക് ബില്ലുണ്ടോ? ബില്ലല്ലേ അവിടെ സഫീഷ്യന്റ് അപ്രോപ്രിയേറ്റ് ഓഡിറ്റേഴ്സ് എന്ന് ചെക്ക് ചെയ്യണം. ആര്? ഓഡിറ്റർ. അങ്ങനെ പർച്ചേസ് മാത്രമല്ല കേട്ടോ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലുള്ള എല്ലാ അക്കൗണ്ടിങ് എൻട്രീസിനും അല്ലെങ്കിൽ എല്ലാ ഐറ്റത്തിനും ബില്ലുണ്ടോ നോക്കണം. ഉണ്ടെങ്കിൽ കമ്പനിയിൽ നമ്മളുണ്ടല്ലോടാ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ അക്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ആയിക്കോട്ടെ, ലൈബിലിറ്റി ആയിക്കോട്ടെ, എന്തായാലും അത് കമ്പനിയിൽ റിയാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള സംഭവമായിരിക്കണം.
കമ്പനിയിൽ റിയാലിറ്റിയിൽ ഉണ്ടായിട്ടുള്ള സംഭവമായിരിക്കണം ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൂടെ മാനേജ്മെന്റ് കാട്ടേണ്ടത്. അത് അങ്ങനെ തന്നെയല്ലേ കാട്ടിയിട്ടുള്ളത് എന്ന് ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ആർക്ക് വേണ്ടിയിട്ട്? ഒരുപാട് യൂസേഴ്സിന് വേണ്ടിയിട്ട്. യൂസേഴ്സ് ഷെയർ ഹോൾഡർ ആവാം, ബാങ്ക് ആവാം, ലെൻഡേഴ്സ് ആവാം, ആര് വേണമെങ്കിലും ആവാം. ഓക്കെ, മൊത്തത്തിൽ പറയണതാണ് യൂസേഴ്സ്. ഓക്കെ, അതുപോലെ തന്നെ നൺ ഓഫ് ദ അക്കൗണ്ടിംഗ് എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഹാസ് ബീൻ ഒമിറ്റഡ് ഇൻ കോമ്പിലേഷൻ പ്രോസസ്. കോമ്പിലേഷൻ പ്രോസസ് പറഞ്ഞാൽ ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ. മാനേജ്മെന്റ് ഒരു ലോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബാങ്കുകാർ പറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ് കൂടിയാലാണ് ലോൺ തരുള്ളൂ എന്ന്. അപ്പൊ മാനേജ്മെന്റുകാർ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് സാലറി 50,000 കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു 5,000 കൊടുത്തിട്ടേ കാണിക്കണുള്ളൂ. എക്സ്പെൻസ് കുറച്ച് കാട്ടി. നത്തിങ് ബട്ട് 45,000 ഒമിറ്റ് ചെയ്തു. എന്തിന്? പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട്, അതുവഴി ലോൺ കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് ഓഡിറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അലോ ചെയ്യാൻ പാടുണ്ടാ? ഇല്ല. കാരണം ഇവിടെ പറയുന്നുണ്ട് നൺ ഓഫ് ദ എൻട്രീസ് ഒമിറ്റ് ചെയ്യാൻ പാടില്ല. 50,000 രൂപ എക്സ്പെൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ അത് 50,000 തന്നെ P&L എക്സ്പെൻസ് ആയിട്ട് കാണിക്കണം. ഓക്കെ. അതുപോലെ തന്നെ ഇൻഫർമേഷൻ കൺവേഡ് ബൈ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇസ് ക്ലിയർ അല്ലേ, അൺആംബിഗ്യസ് അല്ലേ, ഒരു പുകമറ ഇല്ലാതെയല്ലേ, തട്ടിക്കൂട്ടി ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുകമറ ഇല്ലാതെയല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇത് ആര് ചെക്ക് ചെയ്യണം? ഓഡിറ്റർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രോപ്പർലി ക്ലാസിഫൈഡ്, പ്രസന്റ് ആൻഡ് ഡിസ്ക്ലോസ്ഡ് ആസ് പെർ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. നമ്മള് ഓഡിറ്ററായ നമ്മള് സോറി മാനേജ്മെന്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ബേസിസിലാ. ഇത് കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന് ഓഡിറ്ററായ നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൺ ഓഡിറ്റിംഗ് പ്രകാരം നമ്മൾ വെരിഫൈ ചെയ്യും. അപ്പോൾ മാനേജ്മെന്റിന്റെ പ്ലേ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഏതാ? ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഓഡിറ്ററുടെ പ്ലേ ഗ്രൗണ്ട് പറഞ്ഞാൽ ഏതാ? ഓഡിറ്റ് റിപ്പോർട്ടാണ്. അപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ത് പ്രകാരം പ്രിപ്പയർ ചെയ്യുക? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരം. നമ്മൾ ഓഡിറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിറ്റ് ചെയ്യുന്ന എന്തിന്റെ ബേസിസിലാ? സ്റ്റാൻഡേർഡ്സ് ഓഡിറ്റിംഗിന്റെ പ്രകാരം. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർലി ക്ലാസിഫൈ ചെയ്തില്ലേ, പ്രസന്റ് ചെയ്തില്ലേ, ഡിസ്ക്ലോസ് ചെയ്തില്ലേ എന്ന് ആര് നോക്കണം? ഓഡിറ്റർ നോക്കണം. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രകാരമല്ലേ മാനേജ്മെന്റ് ചെയ്തിട്ടുള്ളതെന്ന്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രസന്റ് ട്രൂ ആൻഡ് ഫെയർ പിക്ചർ ഓഫ് ഓപ്പറേഷണൽ റിസൾട്ട്, അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അതിന് P&L. ഓപ്പറേഷണൽ റിസൾട്ട് പറഞ്ഞാൽ P&L. ഓപ്പറേഷണൽ റിസൾട്ട് പറഞ്ഞാൽ എന്താ? ലാഭമാണോ നഷ്ടമാണോ? അസറ്റ് ലയബിലിറ്റി അത് നത്തിങ് ബട്ട് ബാലൻസ് ഷീറ്റിലല്ലേ കാണാം. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ളത്? ലാഭം ഉണ്ടായി റിയാലിറ്റിയിൽ ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം തന്നെയല്ലേ P&L കൂടെ കാട്ടിയിട്ടുള്ളത്. എത്രയാണ് അസറ്റ് ലയബിലിറ്റി റിയാലിറ്റിയിൽ കമ്പനിക്കുള്ളത് അത് തന്നെയല്ലേ ബാലൻസ് ഷീറ്റ് കാട്ടിയിട്ടുള്ളത്. ട്രൂ ആൻഡ് ഫെയർ പിക്ചർ കാണിക്കണില്ലേ ഈ P&L ബാലൻസ് ഷീറ്റും എന്ന് ആര് ചെക്ക് ചെയ്യണം? ഓഡിറ്റർ ചെക്ക് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്റർക്ക് സമാധാനിക്കാം. മാനേജ്മെന്റ് ഉണ്ടാക്കിയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി ആരെയും മിസ്ലീഡ് ചെയ്യപ്പെടത്തില്ല, ആരും തെറ്റിദ്ധരിക്കപ്പെടത്തില്ല എന്ന്. അപ്പൊ നോക്കണം. അപ്പൊ 5,000 രൂപയുടെ സാധനം ഞാൻ 50,000 രൂപയുടെ എക്സ്പെൻസ് ഞാൻ 50,000 രൂപ കാട്ടി മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ 50,000 രൂപ കാട്ടി. അപ്പൊ പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയില്ല എക്സ്പെൻസ് കൂടുമ്പോ. അപ്പോ പ്രോഫിറ്റ് കുറയുമ്പോ എന്താണ്, ഷെയർ ഹോൾഡർ വിചാരിക്കും ഓ ഈ കൊല്ലം പ്രോഫിറ്റ് കുറഞ്ഞോണ്ടാണ് ഞങ്ങൾക്ക് ഡിവിഡൻഡ് തരാതെ ഇരുന്നിട്ടുണ്ടാവുക കമ്പനി. പക്ഷെ ശരിക്കും അവിടെ പ്രോഫിറ്റ് കുറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പൊ അവിടെ ഷെയർ ഹോൾഡർ മിസ്ലീഡ് ചെയ്യപ്പെടല്ലേ ചെയ്തത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും എന്താണ് 50,000 രൂപയുടെ ശരിക്കും എക്സ്പെൻഡിച്ചർ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിന്റെ ബില്ല് നോക്കുമ്പോൾ ഓഡിറ്റർ കണ്ടുപിടിക്കില്ലേ. അപ്പൊ ഓഡിറ്റർ പറയില്ലേ ഇത് 50,000 രൂപ ഇല്ലല്ലോ, 5,000 രൂപ അല്ലേ ഉള്ളൂ, അപ്പൊ മാറ്റി എഴുതാൻ പറയും. അപ്പൊ മാറ്റി എഴുതുമ്പോ പ്രോഫിറ്റ് കൂടി കാണും. അപ്പൊ ഷെയർ ഹോൾഡർ പ്രോഫിറ്റ് കാണും എന്ന് അറിയണോണ്ട് മാനേജ്മെന്റ് ഡിവിഡൻഡ് കൊടുക്കും. അപ്പൊ മാനേജ്മെന്റ് മിസ്ലീഡ് ചെയ്തില്ല ഷെയർ ഹോൾഡേഴ്സിനെ, അല്ലെങ്കിൽ ഓഡിറ്റർ അതിനെ സമ്മതിച്ചില്ല. ഓഡിറ്റർ യൂസേഴ്സിന് നേരിട്ട് ഒന്നും നോക്കാൻ പറ്റില്ല, അതുകൊണ്ടല്ലേ ഓഡിറ്റർ വന്ന് നോക്കണത്. ഓക്കെ, സിമ്പിൾ ആട്ടാ. ഓക്കെ, ഇനി ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ നമ്മൾ പഠിച്ചത് ഒബ്വിയസ്ലി ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. മേലത്തെ ഒരു MCQ പെർസ്പെക്റ്റീവ് പഠിച്ചാൽ മതി. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഏഹ്, ഏതൊക്കെ സബ്ജക്ട് റിലേറ്റഡ് ആണ് നമ്മൾ ഓഡിറ്റ് ചെയ്യണമെന്നാണ് ഇതിൽ പറയണുള്ളൂ. എടാ, നമ്മള് CA പാസ്സാവാൻ അക്കൗണ്ട്സ് മാത്രമാണോ പഠിക്കുന്നത്? അക്കൗണ്ട്സ് എന്ന സബ്ജക്ട് മാത്രമാണോ പഠിക്കുന്നത്? അല്ല, അക്കൗണ്ട്സ് പഠിക്കുന്നുണ്ട്, ലോ പഠിക്കുന്നുണ്ട്, കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, അങ്ങനെ പല പല സബ്ജക്റ്റുകൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റ് ചെയ്യുമ്പോൾ ഓഡിറ്റിംഗ് എന്നുള്ള സബ്ജക്ട് മാത്രമല്ല, ഇൻഡയറക്ട്ലി നമ്മൾ വേറെ പല സബ്ജക്റ്റിനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചെറിയ രീതിയിൽ കണക്ഷൻ വരുന്നുണ്ട്. അത് ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്നാണ് പറയണത്. ഏഹ് ഇപ്പൊ എക്സാമിനുണ്ടല്ലോടാ, ഒരു 4 മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു 4 പോയിന്റ് എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ ലൈക്ക് നമുക്കൊരു 4-5 മാർക്കിനാണ് ഏറിപ്പോയ ക്വസ്റ്റ്യൻസുകൾ വരാറ്. അപ്പോ ഇപ്പൊ ഒരു 8 പോയിന്റ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്റ്റഡി മെറ്റീരിയൽ മിനിമം ലൈക്ക് എല്ലാം പഠിക്കാൻ പറ്റുവെച്ചാൽ പഠിക്കാം ഒബ്വിയസ്ലി നമുക്ക് റിസ്ക് കുറയാൻ വേണ്ടിയിട്ട്. പക്ഷെ മിനിമം ഒരു 5 ക്വസ്റ്റ്യൻ പോയിന്റുകളും നിങ്ങൾ പഠിക്കാൻ നോക്കാം മിനിമം. കാരണം എക്സാമിന് നമുക്ക് അപ്പൊ അത്രയും മാർക്ക് സ്കോർ ചെയ്യാലോ. പിന്നെ തല ഓവർ ബർഡൻ ആയി തോന്നത്തില്ല ഞങ്ങൾ ഒരുപാട്
പഠിച്ചെന്നുള്ളത്. ഓക്കെ. എന്നാ ഒരു ബാലൻസ്ഡ് റിസ്കിന് വേണ്ടിയിട്ട് മിനിമം 5 പോയിന്റ് പഠിക്കുക. അതാകുമ്പോൾ 4 പോയിന്റിൽ എക്സാമിന് എഴുതാലോ. 4 മാർക്കിൽ ചോദിച്ചു കഴിഞ്ഞാല്. ഓക്കെ. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റാണ് റിലേറ്റഡ്? ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ്. അക്കൗണ്ടിംഗ് എന്ന സബ്ജക്റ്റ് റിലേറ്റഡ് ആണ്. ലോയിനായിട്ട് റിലേറ്റഡ് ആണ്. എക്കണോമിക്സ് ആയിട്ട് റിലേറ്റഡ് ആണ്. ബിഹേവിയറൽ സയൻസ് ആയിട്ട് റിലേറ്റഡ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആണ്. ഡാറ്റ പ്രോസസിംഗ് റിലേറ്റഡ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റഡ് ആണ്. പ്രൊഡക്ഷൻ റിലേറ്റഡ് ആണ്. ഓ മൈ ഗോഡ്. അക്കൗണ്ടിംഗ് നത്തിങ് ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എന്താ? ഒരു അക്കൗണ്ടിംഗ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ലേ? ഒരു അക്കൗണ്ടിംഗ് എന്നുള്ള സബ്ജക്റ്റ് അല്ലേ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാല്? നത്തിങ് ബട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഈസ് എ റിസൾട്ട് ഓഫ് അക്കൗണ്ടിംഗ്. അപ്പൊ ആ അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട് ആയ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നത്തിങ് ബട്ട് ഓഡിറ്റിംഗും അക്കൗണ്ടിങ്ങും ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുവോ? ആ ഇപ്പൊ ഇവിടെ ഓഡിറ്റിങ്ങില് നമ്മള് വല്ല കാൽക്കുലേഷൻ പഠിക്കുകയാണ്. അപ്പൊ ഈ കാൽക്കുലേഷൻ പഠിച്ചത് ഏതാ? മാത്സ് എന്നുള്ള സബ്ജക്റ്റിലാ. അപ്പൊ ഓഡിറ്റിംഗ് മാത്സ് ഒരു കണക്ഷൻ നമ്മൾ ഉണ്ട് പറയില്ല. അതുപോലെ തന്നെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് കണക്ഷൻ ഉണ്ട്. ഓഡിറ്റിംഗ് റിവ്യൂസ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് ആർ നത്തിങ് ബട്ട് എ റിസൾട്ട് ഓഫ് അക്കൗണ്ടിംഗ് പ്രോസസ്. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് ലോ. നമ്മൾ ഒരു കമ്പനി ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിക്ക് ഏതൊക്കെ നിയമങ്ങളാണ് അപ്ലിക്കബിൾ നോക്കും. അപ്പൊ ലോ എന്ന സബ്ജക്റ്റിനായിട്ടും റിലേറ്റഡ് ആണ്. ഓഡിറ്റിംഗ് ഷുഡ് ഹാവ് എ നോളജ് ഓഫ് ബിസിനസ് ലോസ് എഫക്ടിംഗ് ദ എൻറ്റിറ്റി. എൻറ്റിറ്റി പറഞ്ഞാൽ നമ്മൾ ഓഡിറ്റ് ചെയ്യണ എൻറ്റിറ്റി. ഓഡിറ്റിംഗ് ആൻഡ് എക്കണോമിക്സ്. എക്കണോമിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക് എൻവയറമെന്റ് നത്തിങ് ബട്ട് ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷന്, ആ സംഭവങ്ങളൊക്കെ. ഇപ്പൊ കഴിഞ്ഞ കൊല്ലം പർച്ചേസ് 15,000 രൂപ ഉണ്ടെങ്കിൽ ഈ കൊല്ലം അത് 17,000 രൂപ ആയതായേക്കാം. കാരണം ചിലപ്പോൾ 15,000 രൂപയുടെ സാധനം തന്നെ ആയിരിക്കും ഇക്കൊല്ലം 17,000 ആയിണ്ടാവും. അത് ഇൻഫ്ലേഷന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പൊ ഇൻഫ്ലേഷൻ എത്രയെന്ന് അറിഞ്ഞാലാണ് ഇത് 17,000 കറക്റ്റ് ആണോ അല്ലേ നോട്ടർക്ക് നോക്കാൻ പറ്റുള്ളൂ. ഓവർ സ്റ്റേറ്റ് അല്ല, അല്ലെങ്കിൽ ശരിക്കും ഇൻഫ്ലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് എത്ര അറിയണം. നത്തിങ് ബട്ട് എക്കണോമിക്സിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞാൽ എക്കണോമിക്സിൽ പറഞ്ഞല്ല. Auditor is expected to be familiar with economic environment of the client. ആ ഇൻഫ്ലേഷനും ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ ഓഡിറ്റിംഗ് ആൻഡ് ബിഹേവിയറൽ സയൻസ്. നോളജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് എസെൻഷ്യൽ ഫോർ എൻ ഓഡിറ്റർ ടു എഫക്റ്റീവ്ലി ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്. ഇപ്പൊ ഞാന് ഒരു ക്ലയന്റിനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് ആളുടെ കമ്പനി. ഇതാണ് ആളുടെ കമ്പനി. ഇതാണ് ആളുടെ കമ്പനി. അപ്പോ ഓക്കെ, ഇത് ഞാൻ ഓഡിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇത് ഞാൻ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് എന്നിട്ട് ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് എന്തായി എന്ന് ചോദിക്കുമ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്തായെന്ന് ഞാൻ ആ മാനേജ്മെന്റ് ചോദിച്ചപ്പോൾ മാനേജ്മെന്റ് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റാ. ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ വാക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇയാള് നല്ല ആളുടെ അടുത്താണ് ഒട്ടിന് വന്നിരിക്കണ്. അയാളുടെ ഒരു ബിഹേവിയർ വെച്ചിട്ടല്ലേ മനസ്സിലായത് എനിക്ക്. ഞാൻ ഇപ്പൊ വലിയ സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല, അല്ലെങ്കിൽ വലിയ മെന്റലിസ്റ്റും അല്ല. പക്ഷെ എന്നാലും ഒരു ബിഹേവിയർ വെച്ചിട്ട് അയാളുടെ രൂപം നമുക്ക് മനസ്സിലാവണില്ല. ഇനിയിപ്പോ അയാൾ ഫിനാൻഷ്യബിലിറ്റി ഉണ്ടാക്കി തന്നു കഴിഞ്ഞാലും അതിൽ തെറ്റുകൾ പൊട്ട തെറ്റായിരിക്കും. കാരണം അയാൾക്ക് ഇതിനെ പറ്റിയൊരു വിവരം ഇല്ലാന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അവിടെയും ബിഹേവിയറൽ സയൻസ് എന്നുള്ള നോളജിനായിട്ട് സബ്ജക്റ്റിനായിട്ട് നമുക്ക് കണക്ഷൻ വരുന്നുണ്ട്. അതാണ് നോളജ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഈസ് എസെൻഷ്യൽ ഫോർ എൻ ഓഡിറ്റർ ടു ഇഫക്റ്റീവ്ലി ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്. ഇപ്പോ ഞാന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എവിടെയെന്ന് ചോദിച്ചപ്പോ മാനേജ്മെന്റ് എടുത്ത് കൊണ്ട് തരാണ്. ദാ സാർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ 2 ദിവസം മുന്നേ പ്രിപ്പയർ ചെയ്തു. ഇന്ന നോട്ട്സ് അക്കൗണ്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. ഞങ്ങൾ ഇന്ന റെക്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. ഇവരെല്ലാം അറിയാം. എന്നാ ആദ്യം പറഞ്ഞ പോലെ ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ ഉണ്ടാക്കി തന്നതായാലും നമുക്ക് പേടിയാണ്. അതില് തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരും എന്ന് കൺക്ലൂഡ് ചെയ്യാം. ആർക്ക്? ഓഡിറ്റർക്ക്. Auditing and statistics and mathematics. Auditor is expected to have a knowledge of statistical sampling for meaningful conclusion. ഇത് നമ്മൾ SA 530 ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിളിംഗ് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയും. അപ്പൊ പറയണതാണ് നല്ലത്. പിന്നെ മാത്തമാറ്റിക്സിനെ കുറിച്ചിട്ടൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. നമ്മൾ ബുക്സ് ഓഫ് ഇൻവെന്ററി ഒക്കെ എണ്ണണമെങ്കിൽ മാത്സ് അറിയണ്ടേ. അപ്പൊ മാത്സ് എന്ന സബ്ജക്റ്റിന് റിലേറ്റഡ് ആണ്. ഓഡിറ്റിംഗ് ആൻഡ് ഡാറ്റ പ്രോസസ്സിംഗ്. ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് അതാണ് ഇതിന്റെ ഫുൾ ഫോം. ഓഡിറ്റിംഗ് ഈസ് ഡെവലപ്പിംഗ് ആസ് എ ഡിസിപ്ലിൻ ഇൻ ഇറ്റ് സെൽഫ്. ഇപ്പൊ നമുക്കുണ്ടല്ലോ ടാലി എന്ന അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകൾ നിങ്ങൾ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്തുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം പർച്ചേസ് എന്നുള്ള എൻട്രി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ്ലി പർച്ചേസ് P&L വരും, ക്രെഡിറ്റർ ബാലൻസ് ഷീറ്റിലോട്ട് വരുന്നു. പക്ഷെ ഇതുവരെ നിങ്ങൾ കേൾക്കാത്ത ഒരു കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ ആണ് നിങ്ങളുടെ ക്ലയന്റ് ഓഡിറ്റ് ചെയ്യാൻ പോണ ക്ലയന്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയർ നമ്മളിടുന്ന എൻട്രീസ് ഒക്കെ പ്രോപ്പർലി ബാലൻസ് ഷീറ്റിലേക്ക് തന്നെയാണോ P&Lക്ക് തന്നെയാണോ പോകണമെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റുക? അറിയാൻ പറ്റില്ല. നിങ്ങൾ ചെക്ക് ചെയ്യണം. നിങ്ങൾ ജസ്റ്റ് ഒരു ഡമ്മി എൻട്രി ഒക്കെ ഇട്ട് നോക്കേണ്ടി വരും. എന്നിട്ട് ബാലൻസ് ഷീറ്റ് എടുത്ത് പ്രിന്റ് എടുത്ത് നോക്കേണ്ടി വരും. നിങ്ങൾ ഇട്ട എൻട്രി കറക്റ്റ്ലി തന്നെയാണോ ബാലൻസ് ഷീറ്റിലും P&L ഒക്കെ വന്നിട്ട് നോക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കാലത്ത് ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗ് തന്നെ നമ്മൾ ഓഡിറ്റ് ചെയ്യണം. ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓഡിറ്റ് ചെയ്യുന്നതിന് മുന്നേ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഈ സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ അതാദ്യം ഓഡിറ്റ് ചെയ്യണം. നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രിൻസിപ്പിളൊക്കെ മാനിക്കുന്ന രീതിയിൽ തന്നെയാണോ ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് തന്നെ ഒരു സെപ്പറേറ്റ് ഏരിയ ആയിട്ട് വരികയാണ്. അപ്പൊ ഇലക്ട്രോണിക് ഡാറ്റ പ്രോസസ്സിംഗും അല്ലെങ്കിൽ ഡാറ്റ പ്രോസസ്സിംഗും ഓഡിറ്റിംഗ് എന്ന സബ്ജക്റ്റിനായിട്ട് കണക്റ്റഡ് ആണ്. കാരണം നമ്മൾ സോഫ്റ്റ്വെയർ തന്നെ ആദ്യം സോഫ്റ്റ്വെയർ ഓഡിറ്റ് ചെയ്യണം. സോഫ്റ്റ്വെയർ കറക്റ്റ് ആണെന്നുണ്ടെങ്കിലല്ലേ ആ സോഫ്റ്റ്വെയർ ജനറേറ്റ് ചെയ്യുന്ന ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആവാൻ സാധ്യതയുള്ളൂ.
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അല്ല നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഐടി റിലേറ്റഡ് സംഭവങ്ങളായിട്ടും ഓഡിറ്റിംഗ് കണക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ കുറേ റേഷ്യോസ് യൂസ് ചെയ്യും ഓഡിറ്റിംഗിൽ. കറണ്ട് അസറ്റ് റേഷ്യോ, ക്വിക്ക് റേഷ്യോ, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ഇതൊക്കെ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ഉള്ള സബ്ജക്റ്റ് നിങ്ങൾ പഠിക്കുന്നതാണ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഒക്കെ. അപ്പോൾ ഇതൊക്കെ അപ്രോപ്രിയേറ്റ് അല്ലേ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് എഫ് എമ്മിൽ ഓരോ സംഭവങ്ങളും നമ്മൾ ഓഡിറ്റിംഗിൽ യൂസ് ചെയ്യും. അപ്പോൾ അതുവഴി ഓഡിറ്റിംഗും എഫ് എമ്മും കണക്റ്റഡ് ആണ്. അതാണ് auditor is expected to have a knowledge about various financial techniques such as working capital management, fund flow ratio analysis, capital budgeting, etc. പിന്നെ ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പറഞ്ഞാൽ നത്തിങ് ബട്ട് കോസ്റ്റ് എന്നുള്ള സബ്ജക്റ്റ് ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നത്തിങ് ബട്ട് ആ പ്രൊഡക്റ്റിന്റെ പ്രൈസിങ് കറക്റ്റ് ആണോ നോക്കണം. ലൈക്ക് അതുപോലെ തന്നെ കോസ്റ്റ് ഒക്കെ പ്രോപ്പർലി അക്കൗണ്ട് ചെയ്തിട്ടില്ലേ എന്ന് നോക്കണം. നത്തിങ് ബട്ട് അവിടെ കോസ്റ്റിംഗ് ആണ് ഓഡിറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റിങ്ങും കോസ്റ്റിങ്ങും ദസ് റിലേറ്റഡ് ആണ്. ബട്ട് പ്രൊഡക്ഷൻ തന്നെ എക്സാമിൻ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഗുഡ് ഓഡിറ്റർ ഇസ് വൺ ഹു അണ്ടർസ്റ്റാൻഡ് ദ ക്ലൈന്റ് ആൻഡ് ഹിസ് ബിസിനസ് ഫംഗ്ഷൻ സച്ച് എസ് പ്രൊഡക്ഷൻ, കോസ്റ്റ് സിസ്റ്റം, മാർക്കറ്റിംഗ്, എക്സെട്ര. അപ്പോൾ ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഒപ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഇതൊക്കെ കോസ്റ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൽ കവർ ചെയ്യണതാ. അപ്പോൾ ഇതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഒപ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ഓഡിറ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് എന്നാ, അല്ലെങ്കിൽ ഓഡിറ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റഡ് എന്നാ. ഓക്കെ. ഓക്കെ. അത് ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഉം. നമുക്ക് എന്തായാലും നീ ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവർ ആയില്ല, നമുക്ക് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം കേട്ടോ. ഓക്കെ, പാർട്ട് 2 ആയിട്ട്.